നമസ്കാരം. ഒടുവിൽ നമ്മളെല്ലാം തന്നെ വിശ്വസിച്ചതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. UDFിലേക്ക് എത്തിയിരിക്കുകയാണ് PV അൻവർ. അതിൻ്റെ ഒരു തുടക്കം നമുക്കറിയാം. പിണറായിയെ വിമർശിച്ചുകൊണ്ട് ADGP അജിത് കുമാറും P ശശിയുമായുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ അദ്ദേഹം CPIയുമായി ഇടയുന്നു. പിന്നീട് നിലമ്പൂരിൽ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു. അതിൽ പിണറായി വിജയനെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉയർത്തുന്നു. പിന്നീട് DMK എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നു. അതിൻ്റെ പൊതുസമ്മേളനവും നടക്കുന്നു. അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക പാത രൂപീകരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന PV അൻവറെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷേ ആ ഒരു പോക്ക് എത്രത്തോളം പ്രായോഗിക തലത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ PV അൻവറിനും സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ UDFിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പലതരത്തിലുള്ള കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നുമുണ്ട്. എന്തായാലും ഇത് തന്നെയാണ് തുടക്കത്തിൽ, അതായത് പിണറായിയെ വിമർശിച്ച LDFിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് ഒടുവിൽ സംഭവിക്കുക എന്ന് അത്തരത്തിൽ വ്യക്തമാക്കിയതാണ്. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. PV അൻവർ പാണക്കാട്ടേക്ക് എത്തി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ UDFിൻ്റെ മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ PV അൻവറെ തള്ളാതെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു UDF പ്രവേശനം എന്തായാലും PV അൻവർ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. VD സതീശനടക്കം K സുധാകരനടക്കമുള്ള നേതാക്കൾ അത്തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. മാത്രമല്ല PV അൻവറെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട അത് തെറ്റായിപ്പോയി എന്ന തരത്തിൽ UDFിൻ്റെ നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചിരുന്നു. ഇതൊക്കെ തന്നെ കൂട്ടിവായിക്കുമ്പോൾ നേരത്തെ തന്നെ UDFിലേക്ക് അൻവറെ സ്വാഗതം ചെയ്യുന്നൊരു മനസ്സ് ഈ UDF നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും പാണക്കാട്ടേക്കെത്തി ആ ഒരു UDF പ്രവേശനം ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാർ പാസാക്കാൻ പോകുന്ന വന നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടുക്കിയിലും വയനാട്ടിലും DMKയുടെ നേതൃത്വത്തിൽ ഒരു പദയാത്ര സംഘടിപ്പിച്ചിരുന്നു. അതായത് വനപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബില്ല് വളരെ ദോഷകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അത് പല രീതിയിൽ പരിധി വിട്ട കാര്യങ്ങളും, അതായത് അധികാര പരിധിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഈ നിയമം മൂലം ഉണ്ടാവുമെന്നാണ് PV അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം സർക്കാർ പാസ്സാക്കരുത് എന്ന നിലപാടുമായിട്ടാണ് വന നിയമ ഭേദഗതി ബില്ലിനെതിരെ PV അൻവർ രംഗത്ത് വന്നത്. അതുമായി ബന്ധപ്പെട്ട UDFിനൊപ്പം ചേർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഇനി ശക്തമായി ഉണ്ടാവുമെന്നും PV അൻവർ വ്യക്തമാക്കുന്നു. എന്തായാലും ഇതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതായത് നിലമ്പൂർ എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമാണ്. ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ മണ്ണാണ് നിലമ്പൂരിലുള്ളത്. അവിടെ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അത്തരത്തിൽ ഇനി PV അൻവർ നിലമ്പൂർ തന്നെ ആവശ്യപ്പെടാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അങ്ങനെ ഒരു മത്സരം വരുമ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് മത്സരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നം വരും. അത് എങ്ങനെയാണ് UDFും കോൺഗ്രസും കൈകാര്യം ചെയ്യുക എന്നതും കണ്ടറിയേണ്ടതാണ്. എന്തായാലും UDF പ്രവേശനം ഉറപ്പാക്കിയിരിക്കുകയാണ് PV അൻവർ.